നമസ്കാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ വിവിധ സംസ്ഥാനങ്ങൾ ഇതിനെതിരെ എതിർപ്പ് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിനെ നിയമപരമായി നേരിടുകയാണ്. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ SIRമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ചൊവ്വാഴ്ച നടന്ന വാദത്തിനിടയിൽ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ ഒരാളുടെ വോട്ടവകാശം തടയാൻ കഴിയുമോ എന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മലെ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്ന 326 വകുപ്പും ജനപ്രാതിനിധ്യ നിയമവും വോട്ടർമാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച 1960 ചട്ടങ്ങളും പ്രത്യേക ഉദ്ദേശങ്ങൾക്കായി വ്യക്തികളുടെ പൗരത്വം സംബന്ധിച്ച് EROകൾ മുഖേന അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധികാരപ്പെടുത്തുന്നുണ്ടെന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി ബോധിപ്പിച്ചപ്പോഴാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ജോയ്മലെ ബാഗ്ചി ഇത് സംബന്ധിച്ച് കമ്മീഷനോട് ചോദ്യം ഉന്നയിച്ചത്. വോട്ടറുടെ യോഗ്യത പരിശോധിക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് നിയമപ്രകാരം അധികാരമുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. എന്നാൽ പൗരത്വം റദ്ദാക്കുകയോ പുറത്താക്കുകയോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിലാണെന്ന് മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി വാദിച്ചു. 2026 ജനുവരി 13 ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിച്ചത്. വോട്ടർ പട്ടികയിൽ പൗരത്വം പരിശോധിക്കുന്നതിനുള്ള ECIയുടെ പങ്ക് പരിമിതമാണെന്നും ഇത് തനി ഒരാളെ പുറത്താക്കുന്നതിലേക്ക് നയിക്കുന്നില്ലെന്നും ദ്വിവേദി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പുറത്താക്കൽ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്നതാണ്. പൗരത്വ പരിശോധന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അഭിവാജ്യ ഘടകമാണെന്നും ഒരു വ്യക്തി സ്വമേധയാ വിദേശ പൗരത്വം നേടുമ്പോൾ മാത്രമാണ് കേന്ദ്രത്തിന് പ്രത്യേക അധികാരപരിധി ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വാദിച്ചു. ഭരണഘടനാ അസംബ്ലി ചർച്ചകളും സർബാനന്ദ സോനോവാൾ വിധിയും അദ്ദേഹം തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ ഉദ്ധരിച്ചു. സംശയിക്കപ്പെടുന്ന അനധികൃത വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദുർബലപ്പെടുത്തുമെന്നും വോട്ടർ പട്ടികയിൽ ഒരാൾ തുടരണമോ എന്ന് തീരുമാനിക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് പരിമിതമായ അന്വേഷണങ്ങൾ നടത്താൻ കഴിയുമെന്നും ദ്വിവേദി ചൂണ്ടിക്കാട്ടി. വിദേശിയാണോ അല്ലയോ എന്നും ഇന്ത്യയിൽ തന്നെ തുടരാൻ അനുവദിക്കാമോ എന്നും തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിന് വിടുകയാണ് ചെയ്യുക. തീരുമാനത്തിനായി കമ്മീഷൻ കാത്തിരിക്കില്ല. വോട്ടർ പട്ടികയിലെ ചിലർ അയോഗ്യരെന്ന് കണ്ടാലും തിരഞ്ഞെടുപ്പ് നടപടികൾ തുടരുക തന്നെ ചെയ്യും. ആരെങ്കിലും ചോദ്യം ചെയ്താൽ കോടതി തീരുമാനിക്കുമെന്നും ദ്വിവേദി അറിയിച്ചു. അതേസമയം SIR നടപടികൾ തുടങ്ങിയതോടെ ഉത്തർപ്രദേശിൽ മാത്രം ഏകദേശം 4.5 കോടി വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്തായെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. 17 കോടി വോട്ടർമാരുണ്ടായിരുന്ന UPയിൽ ഇപ്പോഴത് 12.5 കോടിയായി ചുരുങ്ങിയെന്ന് AP വാദിക്കുന്നു. അതേസമയം നേരത്തെ സമാനമായ ഹർജി പരിഗണിച്ചപ്പോൾ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ലെന്നും അതുപയോഗിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതിയുടെ ഇതേ ബെഞ്ച് ആവർത്തിച്ചിരുന്നു. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരുടെ കൈവശവും ആധാർ കാർഡുകളുണ്ടെന്ന് ആശങ്കപ്പെട്ട കോടതി പൗരനല്ലാത്തവർക്ക് എങ്ങനെ വോട്ടവകാശം നൽകാനാകുമെന്നായിരുന്നു അന്ന് ചോദിച്ചത്. സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ആധാർ എന്നും ഈ രേഖ ഉപയോഗിച്ച് വോട്ടവകാശം നൽകരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നീക്കത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പ്രതികരണം. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു രേഖയാണ് ആധാർ. അത് നൽകിയത് കൊണ്ട് മാത്രം ആ വ്യക്തിയെ വോട്ടറാക്കണോ? അയൽരാജ്യത്തു നിന്നുള്ളയാളും തൊഴിലാളിക്ക് എങ്ങനെ വോട്ടവകാശം നൽകുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അന്ന് ചോദിച്ചത്. ആധാർ സമ്പൂർണ്ണ പൗരത്വം തെളിയിക്കുന്നില്ലെന്നും അത് രേഖകളുടെ പട്ടികയിൽ ഒന്ന് മാത്രമായിരിക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി നൽകുന്ന അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ കൃത്യത നിർണ്ണയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റ് ഓഫീസ് അല്ലെന്നും അന്ന് വിമർശിച്ചിരുന്നു.